കെ രാധാകൃഷ്ണന്റെ പോസ്റ്ററുകൾ ആലത്തൂർ മാത്രമല്ല അങ്ങ് കൊച്ചിയിലും വളരെ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ്. കൊച്ചിയിലെ ബ്രോഡ്വേയിലും ജ്യൂ സ്ട്രീറ്റിലും എല്ലാം തന്നെ കെ രാധാകൃഷ്ണൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ പ്രചരണങ്ങളും പോസ്റ്റർ എഴുത്തുകളും ചുവരെഴുത്തുകളെല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഒരർത്ഥത്തിൽ ലോക്സഭയുടെ തീയതി പോലും നിശ്ചയിക്കപ്പെടാതെയും വലിയ തരത്തിലുള്ള പ്രചരണമാണ് എല്ലാ മുന്നണിയുടെ ഭാഗത്തു നിന്നും എല്ലാ മണ്ഡലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ CPMന്റെ പ്രതിനിധിയായി മത്സരിക്കുന്ന കെ രാധാകൃഷ്ണൻ ഇടം പിടിക്കുന്നത് പക്ഷേ കൊച്ചിയിലാണ്. എന്തുകൊണ്ടായിരിക്കാം ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകൾ അങ്ങ് കൊച്ചിയിൽ വരെ പ്രചരിക്കാനുള്ള കാരണം എന്ന് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയർന്നു വരുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ സവിശേഷത തന്നെയാണ്. കാരണം കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചിക്കാർ മാത്രമല്ല കൊച്ചിയിൽ കൂടുതലായി ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. ഒരർത്ഥത്തിൽ കൊച്ചിയേക്കാൾ കൂടുതൽ അവിടെയുള്ളത് അന്യ നാട്ടുകാരാണ് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. മറ്റുള്ള ജില്ലകളിൽ നിന്നാണെങ്കിലും ഇനി കേരളത്തിന് പുറത്തു നിന്നുള്ള ആളുകൾ പോലും കൊച്ചിയിൽ സജീവമാണ്. അവിടെ സ്ഥിര താമസമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയുടെ എല്ലാ ദിക്കുകളിലും പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾക്കിടയിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ചില വ്യക്തികൾ കൂടിയുണ്ട്. അവർക്ക് കൂടി തങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് കാണുവാൻ വേണ്ടി അവർക്കിടയിലേക്ക് കൂടി കെ രാധാകൃഷ്ണനെ എത്തിക്കുവാൻ വേണ്ടിയുള്ള നീക്കമാണ് യഥാർത്ഥത്തിൽ KDFന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പോസ്റ്റർ പ്രചാരണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണെങ്കിലും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ബ്രോഡ്വേ, ഹോൾസെയിൽ ബസാർ, മിതേൽ ബസാർ, ഡിസ്കോ ബസാർ, കൊലത്തറ ബസാർ, ജ്യൂ സ്ട്രീറ്റ് തുടങ്ങി എല്ലാ മേഖലകളിലും, അതായത് ആളുകൾ തിങ്ങിക്കൂടുന്ന എല്ലാ മേഖലകളിലും ആലത്തൂർ മത്സരിക്കുന്ന കെ രാധാകൃഷ്ണന്റെ പോസ്റ്ററുകൾ വളരെ സജീവമായി ഉണ്ട് എന്നുള്ളതാണ്. അതൊരു കൂട്ടം സംഘാടകർ ചേർന്നുകൊണ്ടാണ് അത്തരം ഒരു കൃത്യത്തിൽ ഏർപ്പെടുന്നതെന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇനി അവർ പറയുന്നതനുസരിച്ച് അവിടെ ആലത്തൂരിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. അതേസമയം തന്നെ അവിടെ ഒരുപാട് ആളുകൾ അവിടെ തൊഴിലാളികളായുണ്ട്. അവരിലേക്ക് യഥാർത്ഥത്തിൽ കെ രാധാകൃഷ്ണനെ എത്തിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം എന്നാണ് സംഘാടകർ തന്നെ ഇത് വ്യക്തമാക്കുന്നതനുസരിച്ച്. അതായത് എല്ലാ തെരഞ്ഞെടുപ്പിന്റെയും തലേ ദിവസം ഇവിടെ നിന്നുള്ള തൊഴിലാളികളെല്ലാം തന്നെ ഒരു ബസ്സിൽ കയറ്റി ആലത്തൂർ കൊണ്ടുപോകും. അവിടെ നിന്നും വോട്ട് ചെയ്തതിന് ശേഷം അവരെ പിറ്റേ ദിവസം തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുമെന്നാണ് സംഘാടകർ പോലും പറയുന്നത്. KDFC എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഇതെല്ലാം തന്നെ അറേഞ്ച് ചെയ്യുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അവരുടെ ഭാഗത്തുനിന്ന് ഒരു ബസ് ഉണ്ടാകും. ആ ബസ്സിൽ കയറ്റിയാണ് തൊഴിലാളികളെല്ലാം തന്നെ കൊണ്ടുപോകുന്നത്. ഏകദേശം 2000-ൽ അധികം ആളുകളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇനി ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് പാട്ടും പാടി വിജയിച്ച ഒരു ലോക്സഭാ മണ്ഡലമാണ് ആലത്തൂർ എന്ന് പറയുന്നത്. രമ്യ ഹരിദാസ് അത്ര കണ്ട് തന്നെ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച ഒരു ലോക്സഭാ മണ്ഡലമാണ്. ഇനി അതിന് മുൻപത്തെ 2 വർഷങ്ങളിലും അവിടെ PK ബിജു ആയിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി എന്നുള്ളത് കാണാൻ സാധിക്കും. അവിടെ വിജയിച്ചതും അദ്ദേഹം തന്നെയാണെന്ന് കാണാൻ സാധിക്കും. അവിടെ ഒരർത്ഥത്തിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ അത് വളരെ പ്രായം കുറഞ്ഞൊരു ലോക്സഭാ മണ്ഡലമാണ്. അവിടെ LDFനേറെ സ്വാധീനമുണ്ടായിരുന്ന ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ് ആലത്തൂർ എന്ന് പറയുന്നത്. അവിടേക്കുമാണ് രമ്യ ഹരിദാസ് ഒട്ടും പ്രതീക്ഷിക്കാതെ, ഒരർത്ഥത്തിൽ രമ്യ പോലും പ്രതീക്ഷിക്കാതെ, കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കാതെയാണ് രമ്യ അത്ര വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിച്ച് മുന്നേറി വന്നതുള്ളതും ശ്രദ്ധേയമായ ഒരു ഘടകം തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് എങ്ങനെയെങ്കിലും ആലത്തൂർ സീറ്റ് തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ CPMന്റെ ഭാഗത്തു നിന്നും മന്ത്രിസഭയിൽ നിന്ന് പോലും മന്ത്രിയെ ഇറക്കിക്കൊണ്ട് CPM അവിടെ കളത്തിന് അല്ലെങ്കിൽ വലിയൊരു പോരാട്ടത്തിന് ഒരുങ്ങുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഘടകം. അങ്ങനെയാണ് കെ രാധാകൃഷ്ണൻ ആലത്തൂർ മത്സരിക്കാനായിട്ട് എത്തുന്നത്. വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചയിലേക്കെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം വഴിതിരിച്ചു എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. എന്തുകൊണ്ടൊരു മന്ത്രിസഭയിൽ നിന്നൊരു അംഗം അത് വളർത്താനോ തളർത്താനോ എന്നുള്ള രീതിയിൽ പോലും ചർച്ചകൾ മുന്നോട്ട് പോയി എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ദേശീയ പ്രസ്ഥാനം എന്ന നിലയിലേക്ക് ഉയർന്നു വരിക. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റുകളിൽ കൂടുതലെങ്കിലും സ്വന്തം വരുതിയിലാക്കുക എന്നുള്ളതും ആലത്തൂർ ലോക്സഭാ മണ്ഡലം ഉൾപ്പെടെയുള്ള തങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുള്ള, തങ്ങൾക്ക് സ്വാധീനമേറെയുള്ള എല്ലാ മണ്ഡലങ്ങളും തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമെന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് കെ രാധാകൃഷ്ണനെ ഇറക്കി കളിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് എറണാകുളം പോലുള്ള ഒരു ജില്ലയിൽ വളരെയധികം ആളുകൾ ഒത്തുചേരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ കെ രാധാകൃഷ്ണന്റെ പോസ്റ്ററുകൾ സജീവമാകുന്നത്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. ഇനി അവിടെയുള്ള തൊഴിലാളികളിൽ അധികവും ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തേണ്ടവർ തന്നെയാണ്. ഏകദേശം 600-ൽ ഏറെ വോട്ടുകൾ ആ ഭാഗത്തു നിന്ന് മാത്രം കിട്ടാനുള്ള സാധ്യത ഏറെയുണ്ടെന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകളൊന്നും തന്നെ അന്യം നിന്ന് പോകാതിരിക്കുക, അല്ലെങ്കിൽ ആ വോട്ടുകളെല്ലാം തന്നെ തങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ആലത്തൂരിലെ സ്ഥാനാർത്ഥിയെ കൊച്ചിയിൽ പോലും വലിയ തരത്തിൽ പോസ്റ്റർ പ്രചരണം നടത്തുന്നത് എന്നുള്ളതും അവിടുത്തെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ഓരോ മുന്നണിയും എത്ര കണ്ട് സൂക്ഷ്മതയോടെയും എത്ര കണ്ട് ഗൗരവത്തോടെയും കാണുന്നു എന്നുള്ളതും ഇതിൽ നിന്നെല്ലാം തന്നെ വായിച്ചെടുക്കാനും സാധിക്കുന്നുണ്ട്.